അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ റമളാൻ മാസത്തിലെ അവസാന പത്തിലൂടെ നമ്മൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെ മഹത്വമേറിയ ദിവസങ്ങളാണ് നമ്മളിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിലെ രാവും പകലും എല്ലാം വളരെ വളരെ ആത്മാർത്ഥമായി നമ്മൾ ഉപകാരപ്പെടുത്തുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും സമാധാനവും സന്തോഷവും എല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന രാവുകളിൽ ഈ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുകയാണ് എങ്കിൽ അവൻ്റെ സകല പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല പുറത്ത് മാപ്പാക്കി കൊടുക്കും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എന്ത് തെറ്റുമായിക്കോട്ടെ, അതെല്ലാം ഈ ഒരു നിസ്കാരത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കത് പുറത്തു തരുന്നതാണ്. നമസ്കാരത്തിൻ്റെ രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ, 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. അതിൽ ഫാത്തിഹയ്ക്ക് ശേഷം 7 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. അതായത് ഖുൽ ഹുവല്ലാഹു അഹദ് ഈ സൂറത്ത് 7 പ്രാവശ്യം ഓതുക. എന്നിട്ട് 2ാമത്തെ റക്അത്ത് നമസ്കരിക്കുക. അതിലും ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് 7 പ്രാവശ്യം ഓതി സലാം വീട്ടുക. ഇങ്ങനെയാണ് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കേണ്ടത്. അതിനുശേഷം ആ ഒരു നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് തന്നെ ആരോടും മിണ്ടാതെ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹി വ അത്തൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹി വ അത്തൂബു ഇലൈഹി എന്ന് 70 പ്രാവശ്യം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് പുറത്തു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യുക. ഇത് നമുക്ക് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന അവസാന ദിവസം 10, 21, 23, 25, 27, 29 എന്നീ ഏതെങ്കിലും ദിവസം നമുക്ക് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ നമസ്കാരവും നിർവഹിക്കാവുന്നതാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എല്ലാവരും ഇത് നമസ്കരിക്കും. എനിക്കും ലൈലത്തുൽ ഖദ്ർ ലഭിച്ചവരുടെ കൂട്ടത്തിൽ എന്നെയും അല്ലാഹു സുബ്ഹാനഹു തആല ഉൾപ്പെടുത്തും എന്നുള്ള ഒരു വിശ്വാസത്താൽ ഇങ്ങനെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും അതിനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു തആല നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.